ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ആഷിഖ് അടുത്തായിട്ട് എടുക്കാൻ പോകണം പടം ചൂരൽമല ലാൻഡ് സ്ലൈഡിനെ കുറിച്ചിട്ട് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും അതിലൊരു മെയിൻ കഥാപാത്രമായിട്ട് സോബിൻ ഷായർ എത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി പ്രൊഡ്യൂസ് ചെയ്യാനും സോബിൻ ഷായർ അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ചത്ത പച്ച എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഷെഡ്യൂൾ പടത്തിന് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമാവട്ടെ. പിന്നെ ഹാരി പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് HBO-യിലൂടെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൂ ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ കണ്ണൻ രവി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 4 അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. പ്രഭുദേവും അടിപൊളിയാണ് പടത്തിൽ മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. 2026 പടം റിലീസാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സാഫ് ബോയും അമിത് മോഹനും മെയിൻ കഥാപാത്രമായിരുന്ന ഒരു സ്റ്റാർട്ടപ്പ് കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ പോസ്റ്റർ ഉണ്ട്. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ദ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരുന്ന പറഞ്ഞാൽ 16-ാം തീയതി. അപ്പോൾ അതിന്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും പാട്ട് ഇന്ന് 4-5 പുറത്തിറങ്ങാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് 5 ഒരു പുതിയ പോസ്റ്റർ ഇട്ടുണ്ട്. എന്തായാലും വോളിയം 1 നവംബർ 27-ാം തീയതി, വോളിയം 2 ഡിസംബർ 26-ാം തീയതി, പിന്നെ ലാസ്റ്റത്തെ പാർട്ട് ദ ഫിനാലെ എന്ന് പറഞ്ഞിട്ടുള്ള ജനുവരി 1-ാം തീയതി പുറത്തിറങ്ങാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ കാളിദാസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീസർ വരാൻ പോവാണ്. അത് ലോഞ്ച് ചെയ്യുന്നത് ജി പ്രകാശും രവിമോഹനും കൂടിയിട്ടാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്നാണ് പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. തിങ്ക് മ്യൂസിക്കിലൂടെ ആയിരിക്കും വരിക. പിന്നെ റഹ്മത്ത് സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 2 ടൈറ്റിൽ ലുക്ക് വരാൻ പോവാണ്. അതും ഇന്ന് 5:30 തന്നെയാണ് വരാൻ പോകുന്നത്. അത് വെട്ടിയാണ് ലോഞ്ച് ചെയ്യാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞതിന്റെ തമിഴ്നാട്ടിലെ റിലീസ് എടുത്തിരിക്കുന്നത് തിങ്ക് സ്റ്റുഡിയോസും നെക്സ്റ്റ് പിക്ചറും കൂടിയിട്ടാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിടത്തിലത്തെ അന്ന അൻറ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ പ്രൊമോ വരുമെന്ന് പറഞ്ഞു, അത് വന്നിട്ടുണ്ട്. പിന്നെ ആശ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജോർജ് ജോർജും ഉർവശിയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞിടത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് ഇന്ന് നടക്കാൻ പോവാണ് 6 മണിക്ക്. എന്തായാലും ചീഫ് ഗസ്റ്റ് ആയിട്ട് SS രാജമൗലിയാണ് എത്താൻ പോകുന്നത്. പിന്നെ എക്ക എന്ന് പറഞ്ഞിടത്തിന്റെ US-ലത്തെ തിയേറ്ററിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ സർദാർ 2 എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് രേഷ വിജയന്റെ ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ കുബേര എന്ന് പറഞ്ഞിടത്തിലത്തെ എൻ മകൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതിന്റെ വീഡിയോ സോങ് വരാൻ പോവാണ് ഇന്ന് 12 മണിക്ക്. പിന്നെ ജീവയുടെ 46-ാമത്തെ പടത്തിന്റെ പൂജ നടന്നിട്ടുണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞിടത്തിന്റെ ഡയറക്ടർ തന്നെയാണ് ഈ പടം എടുക്കാൻ പോകുന്നത്. KG ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ആള്. സിനിമാറ്റോഗ്രാഫർ ഗൂഗിൾ ബിനോയാണ്. എന്തായാലും ബ്ലാക്ക് ഒരു ടൈം ലൂപ്പ് കൺസെപ്റ്റ് ആയിരുന്നു. ഇതെന്താന്നുള്ള കണ്ടന്റ് അറിയണം. പിന്നെ സ്പെഷ്യൽ ഓപ്സ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ജിയോസാറിലൂടെ ജൂലൈ 18-ാം തീയതി പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. പിന്നെ ആശകൾ 1000 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു കാസ്റ്റിംഗ് കോൾ രീതിയിലൊരു സംഭവം വന്നിട്ടുണ്ട്. കാളിദാസ് ജയറാമിന്റെ ചെറുപ്പകാല അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ ആണ് അവർ തപ്പുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നോക്കിയിട്ട് എന്താ ചെയ്യുക. പിന്നെ മാരിസൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. 1 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര നീ എവിടെ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ജൂലൈ 18-ാം തീയതി എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഗെവി എന്ന് പറഞ്ഞ പടത്തിന്റെയും 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. രണ്ടും ഇന്നലെ ഒന്നാണ്. പിന്നെ ഹീറോ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ജന്മനക്ഷത്രം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ദടക് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ബസ് ഏക് ദടക് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നു. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞ പടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നു. പിന്നെ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ഞാൻ തനി പിഴ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് 17-ാം തീയതി എന്ന് വെച്ചാൽ നാളെയാണ് പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആന്ധ്ര കിങ് താലൂക്ക എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ വരുന്നത് പറഞ്ഞാൽ 18-ാം തീയതി, ജൂലൈ 18-ാം തീയതി. അപ്പോൾ അതിന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ള രാംപതിനേനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് പാടുന്നത് അനിരുദ്ധ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ 15 ദിവസത്തെ കളക്ഷൻ 42.91 കോടിയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മാലിക് എന്ന് പറഞ്ഞ പടം 4 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 16.90 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ JSK എന്ന് പറഞ്ഞതിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് 10 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് 30 days to go പോസ്റ്റർ ഉണ്ട്. എന്തായാലും നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നി, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. എന്തായാലും ട്രെയിലർ ഓഗസ്റ്റ് 2-ാം തീയതി എന്നുള്ള ലോകേഷ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണെങ്കിൽ. പിന്നെ ആകാശം ലോ കട്ടാര എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട് ദുൽഖർ സൽമാന്റെ തെലുങ്കിൽ നിന്ന്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഗ്ലിംസ് ദുൽഖറിന്റെ ബർത്ത്ഡേക്ക് വരുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ജൂലൈ 28-ാം തീയതി ആളുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കിയാക്കാൻ വരില്ല എന്നുള്ളത്. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പടം റിലീസാൻ പോകുന്നത്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും 2 കാലഘട്ടം കാണിക്കുന്നുണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു സംഭവമാണിത്. എന്തായാലും ഫാന്റസി എലമെന്റ് ഒക്കെ ഉള്ളൊരു പടമാണ്. ഇതും ഗംഭീരമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ക്രിസ്മസിനാണ് പടത്തിന്റെ റിലീസായി പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.